റീഡ് ബൈബിൾ എവരി ഡേ ബൈബിൾ എടുത്ത് വായിക്കുക, കർത്താവിൻ്റെ വചനം എടുത്ത് വായിക്കുക. ആ വചനത്തോട് ബന്ധം ഈശോ സ്നേഹിച്ച് അപ്പം അപ്പോൾ ഒരു അനുഭവം ഉണ്ട്, ഹൃദയത്തിൽ വചനം വീഴും. ഈ കൺഫ്യൂഷൻ, ഇതെല്ലാം കൺഫ്യൂഷനാണ്, മൊത്തം കൺഫ്യൂഷനാണ്, എല്ലായിടത്തും കൺഫ്യൂഷനാണ്. എല്ലാവരും പരീക്ഷണത്തിന് നടക്കുക, പഠിക്കാനും പരീക്ഷണവും പഠിത്തം, വേറൊന്നും ഒന്നും കിട്ടുന്നില്ല, ഒരിടത്തും കിട്ടുന്നില്ല. അതിന്റെ കാരണം ഇതാണ്, ഈ കൃപ അനുഭവം ഉള്ളവരും കൃപ കിട്ടിയവരെണ്ണം കുറവാണ്. 2 Corinthians ഹല്ലേലൂയ. റോമാലേഖനം 11:4 മുതലുള്ള വചനം. ഏലിയ പ്രവാചകൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. ഇസ്രായേൽ എല്ലാവരും ബാലിനെ ആരാധിക്കുന്നു, അക്ഷയരെ ആരാധിക്കുന്നു, എല്ലാവരും വിഗ്രഹങ്ങളുടെ പുറകെ ഓടുന്നു. അപ്പോൾ ദൈവമായ കർത്താവ് ഏലിയോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പറഞ്ഞേ, അതായത് ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേര് എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ട്, ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ട്, അങ്ങനെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗവും ഈ കാലഘട്ടത്തിലുണ്ട്. അത് കൃപയാലാണെങ്കിൽ അതൊരിക്കലും പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല, കൃപയാൽ അല്ല എങ്കിൽ അതൊരിക്കലും കൃപയായിരിക്കുകയില്ല. ഈ യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ നിക്കോദേമോസ് രാത്രിയിൽ ഈശോയെ കാണാൻ വേണ്ടി ഈശോയെ പറയുന്നുണ്ട്, ഈശോയെ, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരുവനാണ് ഞാൻ അറിയുന്നു. വേണ്ടൊരു വാക്കുറി, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുക സാധ്യമല്ല. ഹല്ലേലൂയ. ഈശോ അവനോട് എന്താ പറഞ്ഞു, വീണ്ടും ചലിക്കാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പൊ ചോദിച്ചു, അങ്ങനെ വീണ്ടും അമ്മയുടെ മുഴുവൻ ഈ മനസ്സ് വചനത്തെ എടുക്കുന്ന മുഴുവൻ മാനുഷിക ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്. വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ഒരുവനും ജനിക്കാൻ പറ്റുമോ? ഉടനെ ഈശോ ശരിക്കും പറയുന്നുണ്ടല്ലോ, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതത് കൃപയാണത്. യോഹന്നാൻ 4:10 പറയും, സമരിയക്കാരുടെ ഈശോ പറഞ്ഞ വചനമുണ്ടല്ലോ, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്നോട് ചോദിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ഉടനെ അവൾ ചോദിക്കുന്നുണ്ട്, നീ ആരായി? നീ ഞങ്ങൾ ഒരു കുറ്റം പറയുന്നുണ്ട്, നിനക്ക് കയറുമില്ല, അല്ലെങ്കിൽ നിനക്ക് തൊട്ടിയില്ല, അല്ലെങ്കിൽ പാത്രമില്ല, ഒന്നുമില്ല, പിന്നെ എങ്ങനെ നീ വെള്ളം കോരും? നീ എന്ത് ഈ വെള്ളത്തെക്കുറിച്ച്? ഇവൾക്കപ്പോൾ ദൈവവചനം, ജീവന്റെ ജലത്തെ, പരിശുദ്ധാത്മാവാകുന്ന എസെക്കിയേൽ 47 പറയുന്ന ജീവജലത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ബുദ്ധിയിലാണ് എല്ലാം എടുക്കുന്നത്. കാരണം ഈ പാപത്തിൽ കഴിയുന്ന ഒരു ആത്മാവ് എപ്പോഴും വചനമെടുക്കുന്നത് ബുദ്ധി കൊണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഈ യെശയ്യാ 66 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. അനുതാപമുള്ള ഹൃദയത്തിന് മാത്രമേ ദൈവവചനം ബുദ്ധിക്ക് അപ്പുറത്ത് അത് ആ ദൈവസ്ഥലം ആത്മീയമായിട്ട് ആ വചനത്തെ വിവേചിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് 1 Corinthians 2:14 പറയും, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനെ സ്വീകരിക്കുന്നില്ല. എന്നാൽ ആത്മീയ മനുഷ്യനാകട്ടെ അവൻ എല്ലാ കാര്യം വിവേചിച്ചറിയുന്നു, അവനെ ആർക്ക് വിധിക്കാൻ പറ്റുമെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. 1 യോഹന്നാൻ 4:1-2 വചനം പറയും, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ആത്മാക്കൾ ദൈവത്തിൽ നിന്നാണോ ഓരോന്നൊന്ന് പരിശോധിച്ച് വിവേചിച്ചറിയാൻ പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ്ലീഹ ഒരിക്കലും അത് മാറുന്നില്ല. സത്യവിശ്വാസം, ഈശോയാണ് ദൈവം, ഈശോയാണ് കർത്താവ്. അതായത് ഫിലിപ്പി ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെ ഇവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അത് കുരിശ് മരണം വരെ അവൻ തന്നെ താഴ്ത്തി. അപ്പോൾ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവൻ നൽകുകയും ചെയ്തു. അത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് യേശുവെന്ന നാമമെന്ന് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയുടെ അധരങ്ങളിലൂടെ നമ്മളോട് പറയുമ്പോൾ അതിനെ ചെറുതാക്കുന്ന ചിന്ത നമ്മളുണ്ടെങ്കിൽ നമ്മളിൽ ഫസ്റ്റ് കമാൻഡ്മെന്റ് വയലേഷൻ ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ മന്ത്രവാദിയുടെ, കൂടോത്രവാദിയുടെ, ക്ഷുദ്രപ്രയോഗക്കാരൻ്റെയോ കൈനോട്ടക്കാരൻ്റെയോ രാഘവനാഥൻ്റെ വേറെ ഒരു ഫെയ്ത്തിലോട്ട് നമ്മൾ നേരിട്ടോ പരോക്ഷമായിട്ടോ പോയിട്ടൊന്നും കാണുകയില്ല. പക്ഷേ ചിന്തയിൽ ഈ ഒരു സംഭവം ഒരു അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പിശാചിനെയും ബഹിഷ്കരിക്കാൻ പറ്റിയല്ല. ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തിന് 2 പേരും അപ്പനും അമ്മയും ഡോക്ടർമാരാണ്. അപ്പൊ അവരുടെ മകളെയും കൂട്ടിക്കൊണ്ട് ഈ മകളുടെ ഡിപ്രഷൻ മരുന്നെടുത്തോണ്ടിരിക്കുക, ഭയങ്കര വയലൻ്റാണ്. അപ്പൊ ഇവര് പറഞ്ഞു മാനസിക പ്രശ്നം വലിയൊരു ഡോക്ടറിൻ്റെ അടുത്ത് ഇവര് 2 പേരും ഡോക്ടറാണ്, മറ്റ് വേറെ ഡിപ്പാർട്ട്മെന്റ് അവർ വർക്ക് ചെയ്യുന്നത്. അവര് വേറെ മോളെയും കൂട്ടിക്കൊണ്ട് ഒറ്റ മോളെ ഉള്ളൂ, കൊച്ചിനെയും കൂട്ടി
അപ്പൊ ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടു. ഞാൻ പറഞ്ഞൊന്നുമില്ല, ഈശോയുടെ നാമത്തിൽ ഈ കൊച്ച് വലിയ ബഹളമൊന്നും വെച്ചൊന്നുമില്ല എൻ്റെ മുന്നിൽ വെച്ച്, ശാന്തമായിട്ടത്. അതിനുശേഷം ആനമ്പള്ളം തെളിച്ച് ഞാൻ ഈശോനോട് പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിച്ചു. ആത്മാവ് പറഞ്ഞു. പ്രയറെല്ലാം കഴിഞ്ഞ് കൊച്ചു എഴുന്നേറ്റ് പോയി. 1 മാസം കഴിയുമ്പോൾ ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ അതിനുശേഷം എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. മരുന്ന് നിർത്തി. അപ്പോൾ ഞാൻ എൻ്റെ സൈക്കോളജിക്ക് തോറ്റുപോയ സ്ഥലമാണ്, കംപ്ലീറ്റ് ഫെയിൽ. അപ്പൊ ഞാൻ ചിലപ്പോൾ ആരോടും ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞില്ല, പക്ഷെ ദൈവത്തെ അറിയാൻ വചനം ഹൃദയത്തിൽ വീഴാതെ വേറെ എവിടെ, ഞാൻ മുമ്പ് പറഞ്ഞാലും 4 നിലങ്ങളുണ്ട്. ഒന്നാമത്തെ നിലം അത് നമ്മുടെ ഹൃദയത്തിന്റെ വക്കയിൽ വന്നിട്ടുള്ളൂ, അത് പക്ഷി എടുക്കൊണ്ട് പോകും. നമ്മളകത്ത് വചനം ഹൃദയത്തിൽ സ്വീകരിക്കത്തില്ല. 2 മുമ്പ് ഞാൻ പറഞ്ഞാൽ കല്ല് എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ടാണ് വചനത്തെ മുഴുവൻ പഠിക്കാൻ നോക്കി. ഫോർ മീ ദാറ്റ്സ് സ്റ്റഡി മെറ്റീരിയൽ, ബ്യൂട്ടിഫുൾ ബുക്കാണ് എനിക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് ബുദ്ധി കൊണ്ട് പഠിക്കും. ആ വ്യക്തിക്ക് ഒരിക്കലും വചന ഹൃദയം. മൂന്നാമത്തത് ഈ ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ, അത് മാറാൻ വേണ്ടി വചനം കേൾക്കാൻ വരുന്നു. അവരുടെ എയിം ഈസ് ടു ഗെറ്റ് only to overcome those problems of this world, my daily life problems, difficultiesനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെത്തഡോളജി. അപ്പൊ ആര് പറഞ്ഞു ധ്യാനത്തിന് പോയാൽ മതി, എന്നോടത്ത് പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ സമ്പത്തിന്റെ പ്രശ്നത്തിൽ എല്ലാ കടബാധ്യമൊക്കെ മാറി നിനക്ക് ഇപ്പോൾ ഉള്ള വീട് പൊളിച്ചുകൊണ്ട് വെളുത്ത വീട് പണിയാൻ പറ്റും. ഇപ്പോഴത്തെ മാരുതിക്കാർ വിറ്റിട്ട് നിനക്ക് BMW മേടിക്കാൻ പറ്റും. പ്രിസലോഷ് കേൾക്കുന്നുണ്ട് അച്ഛൻ പറയുന്നു. പ്രിസലോഷ് ഇപ്പോൾ ചെറിയ ബിസിനസ് മാറ്റിയിട്ട് ഒരു 4 നില കെട്ടിടം പണിയാൻ പറ്റും. നിനക്ക് എല്ലാം നിനക്ക് ബിസിനസ്സിൽ, അതാണ് സമ്പത്തിന് വേണ്ടി വചനം കേൾക്കാൻ വരുന്നത്. 1 ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ചെറിയ കൂടെ വിദേശത്തേക്ക് ജർമ്മനിയിലൊക്കെ പോകാൻ പറ്റും, ഇറ്റലി പോകാം, ഫ്രാൻസിൽ പോകാൻ പറ്റും, യൂറോപ്പ് പോകാൻ പറ്റും. ദൈവമേ അങ്ങോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. അവിടുത്തെ സഹനം കൂടെ, അവിടുത്തെ കുരിശെടുക്കാനും കൂടെ തയ്യാറായേക്കണം. പ്രിസലോഷ് ചില്ലറ കുരിശൊന്നുമില്ല. ഞാൻ 14 വർഷം യൂറോപ്പിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ 14ാമത്തെ വർഷം. 6 വർഷം ഇപ്പം ഞാൻ അവിടുത്തെ നമ്മുടെ ഡയസിസ്, അവിടെയുള്ളൊരു കാത്തലിക് ഡയസിസിലും കൂടെ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നു. അവിടുത്തെ ഒഫീഷ്യൽ മെമ്പറാണ് ഞാൻ, പ്രസിഡന്റ്. അപ്പം ഞാൻ ഓർക്കുന്നു എൻ്റെ അടുത്ത് 100 പേരാ ഇവിടുന്ന് വന്നിട്ട് അവിടെ പോയിട്ട് മുഴുവൻ പൊട്ടിത്തകർന്ന് ജോലിയും പോയി, കുടുംബം തകരും എന്നാണ്. ഫാമിലി ബോണ്ട് നഷ്ടപ്പെടും. പൈസ ഉണ്ട് സ്വന്തം. എല്ലാവർക്കും ഒന്ന് പൈസ കിട്ടിയാൽ അഭിഷേകം, പൈസ കിട്ടുന്നിടതല്ല അഭിഷേകം. കാശ് കൊടുക്കുന്നവരും കാശ് വാങ്ങുന്നവരും അഭിഷേകക്കാർ. പ്രസലോ 2 കടത്തോടെ ഫലോ. പക്ഷെ ജ്ഞാനമില്ല അവർക്ക്. തീരുമാനം തെറ്റിപ്പോയി. പിന്നെ അറിയാം എടുത്ത തീരുമാനം മുഴുവൻ തെറ്റിപ്പോയി. ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ, എന്തേരം വചനം നമ്മൾ കേട്ടിട്ടും ഇതുവരെയായിട്ടും പരിശുദ്ധ അമ്മയെ പോലെ ആകാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഇതുവരെയായിട്ടും അതിനെ എവിടെ സ്വീകരിച്ചിട്ടില്ല. നമ്മൾ മുഴുവൻ സ്വീകരിച്ചത് ബുദ്ധിയിലാണ്. വചനം ഇതിന്റെ 100 വചനം പോലും വേണ്ട ആവശ്യമില്ല. 100% പോലും ആവശ്യമില്ല മനസാന്തരത്തിൽ. പണ്ടെന്റെ സ്നേഹിതൻ ഒരു എന്റെ വചനത്തിന്റെ ഒരു വലിയൊരു ഉറവയിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇന്നടത്ത് പോകുമ്പോൾ നോക്കുമോ, ഞാൻ 95-ലൊക്കെ 1995. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല, ഒരുങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ ചമ്മച്ചനാണ്. എന്റെ സ്നേഹിതൻ എന്നെ 6 മാസമാണ് എന്നെ ഒരുക്കിയത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, സുവിശേഷം കേൾക്കാൻ പോകണമെങ്കിൽ തന്നെ ഒരു 6 മാസത്തെ ഒരുക്കം വേണം. 6 മാസം എൻ്റെ സ്നേഹിതൻ എന്നെയും കൊണ്ട് ഉച്ച സമയത്ത് ഞങ്ങൾ മുട്ടുമേ നിന്നുകൊണ്ട് കൊന്ത ചൊല്ലി കരുണയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ 6 മാസം എന്നെ ഒരുക്കിയ ശേഷമാണ് ഒരു ആത്മീയ മനുഷ്യന്റെ അടുത്ത് എന്നെ എൻ്റെ സുഹൃത്ത് കൊണ്ടുപോകുന്നു. അങ്ങ് ചെന്ന് സുഹൃത്ത് ഈ ആത്മീയ മനുഷ്യന്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പേ പോകുന്ന വഴി വെച്ച് എൻ്റെ ഉള്ളിൽ വചനം വീണുപോയി. വചനം വീഴാൻ തുടങ്ങി. അന്ന് ഞാൻ മാറിപ്പോയതാണ്. അന്നൊരു 20, 22, 21 വയസ്സ് പ്രായമുള്ളൂ. അതോടെ ഞാൻ ഈശോയോട് ആഗ്രഹിച്ചു. പിന്നെ എനിക്ക് ഞാൻ ഒന്നും ചോദിക്കും, ഒരു ഭൗതിക കാര്യങ്ങൾ ഒന്നും ചോദിക്കാറില്ല. കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയും എന്ത് കിട്ടിയാലും അതെനിക്ക് സുവിശേഷ വേലയ്ക്ക് തടസ്സമായ ഒരു അനുഗ്രഹവും എനിക്കിത് തന്നേക്കരുത്. എൻ്റെ ആത്മാവിന് നാശം വരുന്ന ഒരു നന്മ എനിക്ക് വേണ്ട. എൻ്റെ ആത്മാവിൽ ദൈവബന്ധത്തെ വിച്ഛേദിക്കുന്ന ഒന്നും വേണ്ട.
ആളുകൾ എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കർത്താവിനോടുള്ള ബന്ധം മുറിയുന്ന ഒന്നും വേണ്ട. നാളെ ശുശ്രൂഷ ഇല്ലേലും കുഴപ്പമില്ല. ഇവിടെ ബൈബിളിൽ കാണാമല്ലോ, ഒരു ശിമയോൻ എന്ന് പറഞ്ഞൊരു വേറെ ശിമയോൻ, അതായത് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ പറയുന്നൊരു ശിമയോനുണ്ട്. യോഹന്നാനും പത്രോസ്ലീഹായും കൂടെ സമരിയായിൽ പോയിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്, ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന ആ ഒരു കൈ പ്രാർത്ഥന നടത്തുക. അപ്പോൾ ആ സമയത്ത് ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കരങ്ങൾ വെക്കുമ്പോൾ ആളുകൾക്ക് പരിശുദ്ധാത്മാവ് നിറയുന്ന അടയാളത്തോടെ സംഭവിക്കാൻ തുടങ്ങി. ഇത് കണ്ടോടെ അവിടെ ഉണ്ടായിരുന്നൊരു ശിമയോൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. ക്രിസ്തലോ അങ്ങനെ തന്നെ പറയുന്ന നല്ല ഹല്ലേലൂയ. ഈ ചേട്ടൻ പെട്ടെന്ന് പത്രോസിന്റെ അടുക്കൽ വന്ന് പറയും, നിങ്ങൾ ശിമയോൻ അവർക്ക് പണം പൈസയായിട്ട് കാശുമായിട്ടാണ് വന്നത്. ഈ സംഭവം ഇതെല്ലാം കണ്ടപ്പോൾ നല്ല പരിപാടിയെന്ന് തോന്നി. പ്രസലോഷ് പത്രോസിന്റെ കയ്യിലൊട്ടിച്ച പൈസ ഇങ്ങനെ ഒതുക്കത്തിൽ ഇങ്ങനെ പറയൂടെ പ്രസലോഷ് കൊടുത്തിട്ട് പറഞ്ഞേ, ഇതേ ഞാൻ ആടുമേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പ്രസലോഷ് കാശ് കൊടുക്കും. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, എന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് വ്യാമോഹിച്ചു. പണം കൊടുത്താൽ കിട്ടുന്നതല്ല ഇത്. പണം കൊടുക്കാം, പണം വാങ്ങിക്കാം. പണം നോക്കുമ്പോൾ പത്രോസിന് ഇവനിത് കിട്ടിക്കഴിഞ്ഞാൽ 1.5 ബിസിനസ് തുടങ്ങാൻ പറ്റും. രണ്ട് കഴുത്തോടെ ഹല്ലേലൂയ. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗവാഹിത്വമോ അവകാശമോ ഉണ്ടായിരിക്കില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധി ശുദ്ധമല്ല. അതായത് ധ്യാനിക്കാൻ വരുമ്പോൾ ശുദ്ധ മനസ്സ്, അല്ലെങ്കിൽ നിന്റെ ലക്ഷ്യം ശുദ്ധമായിരിക്കണം. ലക്ഷ്യം ശുദ്ധമായിരിക്കണം. അവിടെ പറയാം, ശിമയോനെ, നിന്റെ ദൈവസന്നിധി നിന്റെ ഹൃദയം ശുദ്ധമല്ല. അതിനാൽ നിന്റെ ഈ ദുഷ്ടഹൃദയത്തെക്കുറിച്ച്, ചിന്തയെക്കുറിച്ച്, ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു പക്ഷേ നിന്റെ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണ് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് അവന് ദൈവരാജ്യത്തെ അവന് പൈസ കൊടുത്ത് വാങ്ങാൻ, പണത്തിന് വേണ്ടി അപ്പൊ അവന് കൈവെക്കും. ഈ കൈവച്ച് എനിക്കിങ്ങനെ കൈവച്ച് അങ്ങനെയല്ല, ഇവർക്ക് കൃപയാണത്. കൃപയെന്ന് വെച്ചാൽ വചനമാണ്. ആദ്യം ഇവർ കേൾക്കുന്നത് 3.5 വർഷം നമുക്ക് അപ്പോസ്തലന്മാർക്ക് ദൈവ വചനമാണ് അവർ കേൾക്കുന്നത്. വചനം അവിടെ ഹൃദയത്തിൽ വീടുന്ന് കാണാൻ പറ്റും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഒറ്റവിളി ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11:25-26. പിതാവേ, ദൈവജ്ഞാനികളിൽ നിന്ന് ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കും. ശിശുക്കൾക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസത്തിൽ ഞാൻ ചിലെ എന്ന് പറഞ്ഞ ചിലി എന്നുള്ള രാജ്യം, അത് ഈ സൗത്ത് അമേരിക്കയുടെ അങ്ങേറ്റത്തെ രാജ്യം, അർജന്റീനയുടെ ഒക്കെ അടുത്ത്. അവിടെ പോയി ഞാനൊരു 2-3 കൺവെൻഷൻ ധ്യാനം ഉണ്ടായിരുന്നു. വലിയ കൺവെൻഷൻ. അത് ഈ സ്പാനിഷുകാരാണ്. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് കൊടുക്കും, അവരിങ്ങനെ ട്രാൻസ്ലേഷൻ. അവിടെ ഇംഗ്ലീഷൊന്നും ആർക്കും അറിയത്തില്ല, ഒട്ടും അറിയത്തില്ല. ഞാൻ അവിടെയുള്ള ഒരു അച്ഛൻ, ഇന്ത്യനായൊരു അച്ഛൻ, കേരളക്കാരല്ല, ഇന്ത്യനായൊരു അച്ഛനുണ്ട്. അവരൊക്കെയാണ് എന്നെ സഹായിച്ചത്. അവരിങ്ങനെ ട്രാൻസ്ലേഷൻ നടത്തും. അല്ല, അവിടെയൊന്നും ആരും തന്നെ ഇല്ല, ഒരു പ്രത്യേക ലോകമാണ്. അപ്പം ഞാൻ 1.5 മണിക്കൂർ ഞാൻ ഈശോയോട് വചനം കൊടുത്തു. പക്ഷെ അവർക്ക് നല്ല ഹമ്പിളായ ആൾക്കാർ, ഭയങ്കര ഹമ്പിളായ ആൾക്കാർ, ഭയങ്കര എളിമയുണ്ട്, ഭയങ്കര ദാഹത്തോടെ ഒരു വചനം കേൾക്കാൻ വേണ്ടി വന്നു. ഭയങ്കര ദാഹത്തോടെ. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇതിന് ശേഷം ഞാൻ ഇവിടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥന തുടങ്ങിയില്ല. ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ക്ലാസ്. 30 മിനിറ്റ് പിന്നെ ഒരു 45 മിനിറ്റത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ. അതുകൊണ്ട് ഞാൻ പറയും 20 മിനിറ്റേ കാണുള്ളൂ. 20 മിനിറ്റ് എടുക്കുമ്പോൾ 20 മിനിറ്റ് ട്രാൻസ്ലേഷൻ പോകില്ല. പിന്നെ ഈശോയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഇവർക്ക് പ്രാർത്ഥന പൈശാശക്തി ഇളകി പോകാൻ തുടങ്ങി ആളുകളുടെ ശരീരത്തിൽ. ഹല്ലേലൂയ. ആ സമയത്ത് എനിക്കൊന്നൊരു ട്യൂമർ ഉണ്ടായിരുന്ന ഒരു സഹോദരി ആ കൂട്ടായ്മയിലുണ്ടായിരുന്നേ. ആ സഹോദരിക്ക് 60ഓളം വയസ്സ് പ്രായമുണ്ട്. ഈ അമ്മയുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും നിപ്പിൽ ആ മകളുടെ സൗഖ്യം പ്രാപിച്ച് കർത്താവ് ആ മകളെ അനുഗ്രഹിച്ച്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ സ്നേഹിതരിലൂടെ ഞാൻ അറിഞ്ഞു. ഭയങ്കര ഹീലിംഗ് നടന്നു പറഞ്ഞേ. നമ്മൾ കൃപയുണ്ടെങ്കിൽ അവർ പറഞ്ഞ അച്ഛൻ എന്ത് സംഭവം, എല്ലാം പേടിച്ചു. പൈശാചിത്യത്തിൽ ഇളകി മറിഞ്ഞ് പള്ളിക്ക് ബഹളം വെച്ച് ചില സ്പിരിറ്റുകളിൽ ആളുകൾ പോയി. ഇത് കൃപയാണത്, വചനത്തിന്റെ കൃപയാണത്.
ഒറിജിനൽ കൃപയാണ്. നമുക്ക് എപ്പോഴും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസം. ഒരുപോലെ വരും. സൂക്ഷിച്ച് നമ്മുടെ ഇത്ര ഒളിയിരിക്കും. നിങ്ങൾക്ക് എല്ലാ കൃപ കിട്ടും. നിങ്ങൾ വചനം സ്വീകരിക്കുക, ബുദ്ധിയാണ്, എളുപ്പപ്പെടണം, സഹനമൊക്കെ എടുക്കണം. നല്ല സഹനം. ഞങ്ങളൊക്കെ സുവിശേഷത്തിൽ ഭയങ്കര പീഡനമായിരിക്കും. അപമാനവും നിന്ദനവും രോഗങ്ങളും ക്ഷീണവും എല്ലാം നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന പോലെ നമുക്ക് തോന്നിപ്പോ. കംപ്ലീറ്റ് സീറോ അടിക്കും. ആ സീറോ അടിക്കും. ആ വചനത്തിന് വേണ്ടി നമ്മൾ സീറോ അടിക്കുന്നത്. സാപത്തൊക്കെ കൃത്യമാണ്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധം. അന്ന് നാട്ടിൽ കൂടെ നടക്കാനും സിനിമയും പരിപാടിയും എല്ലാ പരിപാടിയും മൊബൈൽ ഫോണും ഇതെല്ലാം നടക്കില്ല. ഇത് അതിനോട് വിശ്വസ്തത കാണിച്ച്. ഒന്നും കൊറിന്തോസിന്റെ 4:1-2 കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരും. 2 തിമോത്തി 2:1-2 വിശ്വസ്തരായ ആളുകൾക്ക് വിശ്വസ്തൻ കച്ചവടം തന്നു. അവർ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈശോയെ സ്വന്തമാക്കി. ഈശോയ്ക്ക് വേണ്ടി അവരൊരിക്കലും ശുശ്രൂഷയല്ല അവിടെ ലക്ഷ്യം. അവർ ഈശോയെ സ്വന്തമാക്കിയതിൻ്റെ അനുഭവം. 2 കാലത്തോട് ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ പാദ്രിപ്പിയുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം. 2 മിറക്കിളാണ് ഈ പാദ്രിപ്പിയുടെ വിശുദ്ധനാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മിറക്കിളാണ്. ഒരു മിറക്കിൾ ഇങ്ങനെയാണ്. ഈ പോളണ്ടിലുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടി, അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ 2 കണ്ണുകൾ കൃഷ്ണമണി ഇല്ല. അങ്ങനെ സംഭവമില്ല. കറുത്ത സംഭവമില്ല, സാധനമില്ല, റെട്ടിന ഇല്ല, കൃഷ്ണമണി ഇല്ല, ജന്മനാ ഇല്ല, 2. അങ്ങനെ അതൊരു 8-9 വയസ്സ് കഴിഞ്ഞു. 10 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പേരൻസ് ഈ പാദ്രിപ്പിയുടെ അടുക്കൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുക. ഇറ്റലിയിൽ താമസിക്കുന്ന മൊണാസ്ട്രി താമസിക്കുന്ന പാദ്രിപ്പിയുടെ അടുക്കൽ കൊണ്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവർ പറയുന്നുണ്ട് 8-9 വർഷം ഈ പേരൻസ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വളരെ വിശുദ്ധി ജീവിച്ച് അനുദവിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കും. അവസാനം ഒരു ട്രെയിൻ മാർഗത്തിലാണ്. അന്ന് വന്ന് ട്രെയിൻ മാർഗത്തിൽ ഈ പാദ്രിപ്പിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നുണ്ട്. തലേദിവസം ചെന്നു. തലേദിവസം നോക്കിയിട്ട് പാദ്രിപ്പിയുടെ അടുത്ത് വിട്ട് ഈ കുട്ടി ഉൾപ്പെടെ കുമ്പസാരിക്കുന്നുണ്ട്. സംസാരിച്ച് പിറ്റേ ദിവസം ഈ പരിശുദ്ധ കുർബാന ഇങ്ങനെ ഈ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. കുർബാന പാദ്രിപ്പിയുടെ ഏറ്റവും വലിയ കൃപ കിട്ടിയത് ഈ കൃപ കിട്ടിയതാണ്. കുർബാനയുടെ കൃപ കിട്ടി. അപ്പൊ ആത്മാവിലെ കൃപാനയുടെ കൃപ കിടക്കുന്നുണ്ട്. ആ കൃപാന നന്നായിട്ട് ബലിയർപ്പിക്കും. ചിലർ 2-3 മണിക്കൂറൊക്കെ നീണ്ടുപോകും വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ കുഞ്ഞിനെ ഒന്ന് ആശീർവദിച്ചു. കുർബാന കൊടുത്തു. അതിനുശേഷം ഒരു വെറുതെ തല തൊട്ടിട്ട് ഒന്നുമില്ലേ. ഈ തല തൊണ്ട ആവശ്യമൊന്നുമില്ല. കൃപയെന്ന് ഓരോരുത്തർ കൃപയല്ലേ. അങ്ങനെ ആശീർവദിച്ചിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് പറയുന്നുണ്ട്. തിരിച്ചിവര് ഈ പേരൻസും ഇവരെല്ലാവരും കൂടി കുട്ടിയെ കൂട്ടിക്കൊണ്ട് ഇവര് ട്രെയിൻ മാർഗം തിരിച്ച് പോകുമ്പോൾ ട്രെയിനെ കയറി കഴിഞ്ഞ് ഇവരെല്ലാവരും ട്രെയിനിൽ തിരി നോക്കുമ്പോൾ ഈ കുഞ്ഞിന് ഇല്ലാതിരുന്ന 2 കണ്ണുകളുടെയും കൃഷ്ണമണി അത്ഭുതകരമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നതായിട്ട് വിശുദ്ധനാക്കിയതിന്റെ പിന്നിൽ ഏറ്റവും വലിയ അത്ഭുതമാണ്. രണ്ടാമത്തെ മിറക്കിൾ പറയുന്നത് ജോൺ പോൾ 2 മാർപ്പാപ്പ പോളണ്ടിലെ ഒരു രൂപതയിൽ അന്ന് മെത്രാനായിരിക്കുന്ന കാലഘട്ടം. മെത്രാന്റെ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നിട്ട് എനിക്കൊന്ന് വല്ല സീരിയസ് ആയിട്ട് ക്യാൻസർ, ലങ്സിനും അങ്ങനെ വലിയൊരു സീരിയസ് ക്യാൻസറാണ്. അപ്പോൾ ആള് 4th സ്റ്റേജിൽ ആൾ മരിച്ചു പോകുന്ന അവസ്ഥയിൽ. അന്നത്തെ കാലഘട്ടം കൂടിയാണ്, ട്രീറ്റ്മെന്റ് കുറവും കൂടി, ആൾ മരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ സമയത്ത് ജോൺ പോൾ 2 മാർപ്പാപ്പ അന്ന് മെത്രാനായിരിക്കുമ്പോൾ, എനിക്കത് ക്രാക്കോയിലാണ് മെത്രാനായിരിക്കുന്ന, അവിടുന്ന് രൂപതയിൽ നിന്ന് തൻ്റെ ഔദ്യോഗികമായ ലെറ്റർ പാഡിൽ ഒരു ലെറ്റർ എഴുതുകയാണ് ഈ പാദ്രിപ്പിക്ക് ലെറ്റർ എഴുതി പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്, ആൾക്ക് ക്യാൻസറാണ്, ഈ മരണത്തോട് മല്ലടിച്ച് ഇയാൾക്ക് 3-ാം തീയതിയാണ് ഓപ്പറേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ 3-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാദ്രിപ്പിക്ക് ഒരു കത്തെഴുതി. പാദ്രിപ്പി മറുപടിയായിട്ട് മെത്രാനൊരു മറുപടി കൊടുത്തു. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇനി പറയുന്ന സംഭവം, ഈ ഓപ്പറേഷൻ നടക്കുന്നതിന്റെ തലേദിവസം രാത്രി ഇദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തി വന്നിട്ട് ഈ വ്യക്തിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോകുന്ന വലിയൊരു ദൈവ അനുഭവം ഈ വ്യക്തിക്ക് ഉണ്ടാവും. ഈശോം തോന്നുന്നൊരു അനുഭവം ഉണ്ടാവും. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ആള് സൗഖ്യപ്പെട്ടാണ് എഴുന്നേൽക്കുന്നത്. ആശുപത്രി ചെന്ന് നോക്കുമ്പോൾ ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നതായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് തെളിയിക്കപ്പെട്ട സംഭവം. കൈയെടുത്ത് ഹല്ലേലൂയ, ഇത് കൃപയാണത്, ഇത് കൃപ കിട്ടണത്. ഇതെല്ലാവർക്കും പറ്റിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ലോകശാന്തിക്ക് വേണ്ടി നടക്കുന്നവർക്ക് കിട്ടാതെ പോയത് കൃപയാണ്. കൃപയില്ല, അതുകൊണ്ടാണ് ഇന്ന് പ്രശ്നം.
മത്തായിയുടെ സുവിശേഷം 13:44 ദൈവരാജ്യം പറഞ്ഞിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞതുണ്ട്. അതായത് നിധി പോലെയാണെന്ന് പറയുന്നത്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വയൽ വാങ്ങുകയും ചെയ്തു. ഇത് കൃപ കിട്ടണമെങ്കിൽ എല്ലാം കളയണം, എല്ലാ ആഗ്രഹങ്ങളും കളയും. ഇവിടേക്ക് നിങ്ങൾ നോക്കും, ഇപ്പത്തെ പ്രശ്നം, ഇന്നിന്റെ പ്രശ്നം, എല്ലാവരും നോക്കും ഇന്നിന്റെ പ്രശ്നം. ഇന്നിന്റെ പ്രശ്നം ഇന്ന് എന്ന സംഭവം എന്നെല്ലാം ഉണ്ടോ അന്നെല്ലാം ഈ പ്രശ്നം ഉണ്ടായിരിക്കും. പ്രശ്നം ഇന്നിന്റെ പ്രശ്നം എന്തിന്റെ ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ കാലം പ്രശ്നം കൂടുതൽ കാണുന്നത്. പ്രശ്നം പൈസ കൂടുന്നിടത്ത് പണം കൂടുന്നത് പ്രശ്നം കൂടുകയാ, അറിവ് കൂടുന്നത് പ്രശ്നം കൂടുകയാ, എല്ലാം പ്രോബ്ലം കൂടുകയാ, കുറയുന്നില്ല. കൃപ കിട്ടിയാലേ പ്രശ്നം മാറുള്ളൂ. രോഗശാന്തിക്കാർ നോക്കിയാലോ പിശാച് ബഹിഷ്കരണക്കാർ നോക്കിയാലും ഈ പ്രശ്നം തീരത്തില്ല. തീരണമെങ്കിൽ എൻ്റെ ആത്മാവിൽ ഒരു കൃപ വന്ന് നിറയണം. ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അതാണ് വചനം. കൃപ അത് നേടിയെടുക്കാൻ വേണ്ടി അവരെല്ലാം വെക്കണം, പുതിയ വ്യക്തിയായിട്ട് മാറണം. എൻ്റെ കൺക്ലൂഷൻ ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനമിരുന്ന് വായിക്കുക, രാവും പകലിരുന്ന് വായിക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക. പരിശുദ്ധ അമ്മയെന്ന് ഒരു ഇന്റീരിയർ ലൈഫാണ്. അമ്മയുടെ ഒരു ഇന്റീരിയർ കണ്ടംപ്ലേഷൻ എന്ന് പറയാ. വചനം ഹൃദയത്തിൽ വെച്ച് എപ്പോഴും ധ്യാനിച്ചു, നിശബ്ദത. ഒരു വലിയൊരു ഈ മൊണാസ്റ്റിസത്തെ കുറിച്ച് ഞാൻ പഠിക്കുന്ന നാളെ ഞാൻ മൊണാസ്റ്റി നമ്മുടെ അണക്കരയിൽ മൊണാസ്റ്റി തുടങ്ങിക്കഴിഞ്ഞു. 2 വൈദികർക്കുള്ളതും സന്യസ്തർക്കുള്ളതും. അത് മൊണാസ്റ്റിസിസം, അത് വേറെ രീതിയിലുള്ളതല്ലത്. പ്യുവർ മൊണാസ്റ്റിസം അത് ഒരു ഫാദേഴ്സ് ഓഫ് ദ ചർച്ചിന് സഭാപിതാക്കന്മാരുടെ കാലത്തുണ്ടായ പോലത്തെ ഒരു ദൈവാൻ എനിക്കെന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വർഷം. എനിക്കൊരു 20-25 വർഷങ്ങളായി എൻ്റെ ഒരു വലിയൊരു മോഹമായി. കാരണം ദൈവവചനത്തിലിരിക്കും. അപ്പം അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പം ഈ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ട്. പരിശുദ്ധ അമ്മയാണ് ഇത് മോഡൽ ഓഫ് മൊണാസ്റ്റിസിസം എന്ന് വാക്ക്. ഷീ ഈസ് ദ മോഡൽ എക്സാമ്പിൾ. ഷീ ഈസ് ദ ഓൺലി എക്സാമ്പിൾ എന്ന് പോലും പറയുന്നുണ്ട്. കാരണം വചനം ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നൊരു എല്ലാവരുടെയും വചനം വരും, പക്ഷേ സ്വീകരിക്കുന്നില്ല. അവൻ സ്വജനത്തിന്റെ അടുക്കലേക്ക് വന്നു, എന്നാൽ അവരാകട്ടെ അവനെ സ്വീകരിച്ചില്ല. യോഹന്നാൻ 1:10 എന്ന വചനം പറഞ്ഞാണ്, അവൻ സ്വജനത്തിന്റെ അടുക്കിലേക്ക് വന്നു, അവരാകട്ടെ അവനെ സ്വീകരിച്ചില്ല. അവനെ സ്വീകരിച്ചവർക്കല്ല, നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല, ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രസലോഷ് 2 കടത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് മുതൽ തുടങ്ങുക, നിങ്ങളുടെ ബന്ധനം അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. പ്രസലോഷ്. ഈ കൃപ കിട്ടുമ്പോൾ ബന്ധനം അഴിഞ്ഞിരിക്കും. വചനം കിട്ടുന്ന വ്യക്തിക്ക് സകല ബന്ധനം തന്നെ അഴിച്ച് കളയും. കൈയടിച്ച് കിടത്താൻ നന്ദി പറയും. ഹല്ലേലൂയ. സക്കേവൂസിന്റെ വീട്ടിലോട്ട് ഈശോ കയറിയപ്പോ കൃപ കിട്ടിയപ്പോ നേരം എടുത്തപ്പോൾ അവൻ പറയാണ്, ഞാൻ വഞ്ചിച്ചെടുത്ത് വല്ല 4 ഇരട്ടിയായിട്ട് കൊടുക്കുന്നു, എൻ്റെ സ്വത്ത് സമ്പത്ത് പകുതി പാവകം കൊടുക്കുന്നു. കൃപ കിട്ടിയോടെ പിന്നെ അവൻ തന്നെ ബന്ധനം അഴിച്ചു. കൃപ കിട്ടാത്തിടത്തോളം ഈ ബന്ധനമാണ് കൃപയെന്ന് കരുതിക്കൊണ്ട് നടക്കും. ഈശോയെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒത്തിരി രോഗികൾ സുഖം പ്രാപിക്കട്ടെ എന്ന്. ഇത് ഇന്ന് രോഗശാന്തി ദിവസമൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി, വീട്ടിലെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ട് നിങ്ങൾ സംഭവിക്കേണ്ടത് പ്രിയപ്പെട്ട മക്കളെ വചനം വായിക്കണം. കൊളോസസ് 4:2 അതായത് കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. 1-2 വചനമാണ്. കൊളോസസ് 4:1-2 കൃതജ്ഞതാ നിർഭരരായി ഉണർന്നിരുന്ന് ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു വചനം. അതുകൊണ്ടാണല്ലോ എഫേസ്യസ് ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 19 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷ വചനം ഇപ്പൊ എൻ്റെ ഉള്ളിൽ നമ്മുടെ വാതിറക്കും ഇവിടെ ഹൃദയത്തിലുള്ളതാണ്. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിന് നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ വചനമുണ്ട്, ഈശോ ഉണ്ടെങ്കിൽ നമ്മൾ ഈശോയെ കുറിച്ച് പറയുള്ളൂ. ഒരാൾക്കുണ്ട് നമുക്ക് ദുഷ്ടാരി ഉണ്ടെന്ന് കണ്ടാലൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഒരാളെ പോലും പിശാചുള്ളവനാണ് കുറേയും കൂടെ നല്ല മാലാഖയെ പോലെ നടക്കുന്നത്. പ്രസലോ നവച്ചരയും കൂടെ ഒരുങ്ങി നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രസലോഷ് പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കലും മനുഷ്യൻ സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് എൻ്റെ മുറി കയറി വന്നു. അച്ഛാ എന്നോട് വിശേഷ സുഖമൊക്കെ, ഞാൻ നല്ല സുഖമായിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഇവനെ കണ്ടുപാടെ ഒരു അസ്വസ്ഥത എനിക്ക് തുടങ്ങി. പ്രസലോ അവൻ അസ്വസ്ഥത, എനിക്ക് അസ്വസ്ഥത തുടങ്ങി. പ്രസലോ എന്തൊരു കുഴപ്പം. വല്ല മിടുക്കനോ, വല്ല വിദ്യാസമ്പനോ, വലിയൊരു ബിസിനസ്സുകാരനാണ്.
അപ്പം ഞാനിവൻ്റെ തലയിലോട്ട് എടുത്തടിച്ച് താഴോട്ട് വിട്ട് കൈ കല്ലോട്ട് അടിക്കാതെ. എൻ്റെ കൂടെ ശുശ്രൂഷകരേ ഇല്ലായിരുന്നു, പേടിച്ചു ഞാൻ. അപ്പം ഇതെല്ലാം അകത്തിരിപ്പുണ്ടെന്ന് നമുക്കറിയത്തില്ലതേ. എഴുന്നേറ്റപ്പോൾ ഞാൻ കുറേ ചോദ്യം ചോദിച്ചു, പേടിച്ചു. കുറെ അവിഹിത ബന്ധങ്ങളും കുറെ മദ്യപാനവും കുറെ കള്ളത്തരവും കുറെ വക്രത എല്ലാം ഉണ്ട്. ഞാൻ പ്രതി കുമ്പസാരിക്കും ധ്യാനക്കൂടും. എന്നിട്ട് നമ്മൾ പരിശുദ്ധമായ വിഷയമില്ലെങ്കിലുണ്ടല്ലോ, പൈശാശക്തിയുള്ള അടുത്ത് വന്നാൽ പോലും നമ്മൾ അറിയല്ല. കൃപ നിറഞ്ഞവളെ സൃഷ്ടി, കൃപ പരിശുദ്ധ അമ്മ കൃപയാണത്. അമ്മയിൽ കൃപ നിറയുന്ന ആ കൃപ നമ്മിലേക്ക് ഒഴുകാൻ അമ്മയുടെ മാതൃക അത്. അമ്മ ഹൃദയത്തിൽ ഈ വചനം സൂക്ഷിച്ചതുപോലെ നമ്മളും ഹൃദയത്തിൽ വചനം സൂക്ഷിച്ച് ഈശോയെ സൂക്ഷിച്ച് ആരാധിച്ച് വിശ്വസിക്കുക. അത് വിളിയാട്ടോ, അത് കിട്ടാൻ വേണ്ടി ഒരുങ്ങുക. വേറെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ബൈബിൾ വായിക്കുമ്പോൾ വേറെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഈശോയെ സ്വന്തമാക്കണം. എനിക്ക് എൻ്റെ ഈശോയെ സ്വന്തമാക്കണം, എനിക്ക് അത് ഈശോയെ സ്വന്തമാകണം, ഒറ്റ ആഗ്രഹം ഉണ്ടാകാൻ പാടുള്ളൂ.